കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്. ഉള്ളുരുകിക്കരയുമ്പോൾ താൻ ചാരയുണ്ട്. കണ്ണുനീരിൽ കൈവിടാത്ത കർത്താവുണ്ട്. ഉള്ളുരുകിക്കരയുമ്പോൾ താൻ ചാരയുണ്ട്. അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നീടിലും ഞാൻ മറക്ക എന്നുരച്ച കർത്താവുണ്ട്. അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നീടിലും ഞാൻ മറക്ക എന്നുരച്ച കർത്താവുണ്ട്. അതേ പ്രിയമുള്ളവരെ, അപ്രകാരമുള്ള ഒരു കർത്താവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കർത്താവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും. ആ കർത്താവിൻ്റെ മുഖത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. ആരെല്ലാം മറന്നാലും മറക്കാതെ നമ്മുടെ പ്രതിസന്ധികളിൽ, കഷ്ടതകളിൽ, വേദനയിൽ കൂടെയുള്ള ഒരു കർത്താവ്. ഇന്ന് ചിന്തിപ്പാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങളിൽ നിന്നും ചില ചിന്തകളെ. ഈ ദിവസങ്ങൾ നമ്മുടെ പല പ്രിയപ്പെട്ടവരുടെയും ഭാരങ്ങളും വേദനകളും രോഗങ്ങളും ചില വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരാലോചനയാണ്. ഈ 2 വാക്യങ്ങൾ നമുക്ക് തരുന്നതായ വലിയൊരു ഉറപ്പുണ്ട്, ഒരു ധൈര്യമുണ്ട്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പ്രാർത്ഥനയോട് ഇത് ധ്യാനിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ വ്യക്തതയോടുകൂടി, കൃത്യതയോടുകൂടി ദൈവിക പദ്ധതി പ്രകാരം മുൻപോട്ട് ജീവിപ്പാൻ നമുക്ക് സാധിക്കും. ഇപ്രകാരമാണ് ആ വാക്യങ്ങൾ. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. എത്ര വ്യക്തതയുള്ള, ഉറപ്പുള്ള, അല്ലെങ്കിൽ നമുക്ക് ധൈര്യം പകരുന്ന ഒരു വാക്യമാണ്. നമുക്കറിയാം, അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അത് കയ്പും, അത് കഷ്ടവും കണ്ണുനീരും മാത്രമാണ്, ഞെരുക്കവും മാത്രമാണ് എങ്കിലും കർത്താവ് പറയുകയാണ്, ഇനിയും അതിൻ്റെ മധ്യത്തിൽ നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. അവിടെ വാക്ക് ഓർത്തോളണം. അപ്പോഴാരാണ് മറഞ്ഞിരിക്കുക? അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം മാത്രമേ ഉള്ളെങ്കിലും അതിൻ്റെ മധ്യേ മറഞ്ഞിരിക്കാതെ വെളിപ്പെട്ടു വരുന്നതായ ഒരു ദൈവീക സാന്നിധ്യം. ആ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്താ? അവിടെ പറയുന്നു, യുവർ ടീച്ചർ, ഉപദേഷ്ടാവ്, ഉപദേശിക്കുന്നവൻ, പഠിപ്പിക്കുന്നവൻ, ആലോചന പകരുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എവിടെ? നമ്മുടെ കഷ്ടതയുടെ, കണ്ണുനീരിൻ്റെയും ഞെരുക്കത്തിൻ്റെയും ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധിയുടെ മധ്യത്തിൽ മറഞ്ഞിരിക്കാതെ വെളിപ്പെടുന്നതായ, തെളിവായി വരുന്നതായ ഒരു ദൈവിക സാന്നിധ്യം. അതാണ് നമുക്ക് തരുന്നതായ ഉറപ്പ്. എന്നിട്ട് അടുത്ത വാക്യം പറയുകയാണ്, ഈ മറഞ്ഞിരിക്കാതെ വെളിപ്പെടുന്ന കർത്താവിനെ നിൻ്റെ കണ്ണ് ഈ നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടേയിരിക്കും. അതെപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ഞെരുക്കങ്ങളുടെ മധ്യത്തിൽ ഈ കർത്താവിനെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് ഈ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്, ഉപദേഷ്ടാവായിട്ട് ആലോചന പറഞ്ഞു തരുവാൻ, നമ്മളെ ഉപദേശിച്ച് നേർപാതയിൽ നടത്തുവാൻ, നമ്മളെ കഷ്ടതകളിൽ നിന്നും വിടുവിപ്പാൻ. നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു ചില പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടേതായ ഭാഗത്ത് നിന്ന് നമ്മൾ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഉപദേശിക്കും. ആ ഉപദേശത്തെ കേട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറണം. ഞാൻ പറയട്ടെ, പലപ്പോഴും പ്രതിസന്ധികളിൽ സഹായകനായി വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കഷ്ടത. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഈ ഉപദേഷ്ടാവിൻ്റെ ആ സാന്നിധ്യത്തെ അവരുടെ പ്രതിസന്ധികളിൽ തിരിച്ചറിയുവാനായിട്ട് കഴിയാതെ പോയ ഒരു സംഭവം നമ്മൾ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്.
അതിൻ്റെ 22-ാമത്തെ വാക്യം 14 മത്തായി 14:22 പറയുന്നു, ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അപ്പോൾ കർത്താവ് അവരെ പറഞ്ഞയക്കുക അക്കരയിലേക്ക്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വായിക്കുമ്പോൾ 24-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പറയുന്നത്, പടക് കരവിട്ടു പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അത് ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. പ്രിയമുള്ളവരെ, ഇത് തന്നെ നമ്മൾ യെശയ്യാവിൽ വായിച്ചത്. കഷ്ടത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെ, കയ്പിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഉപദേഷ്ടാവായി, ആലോചനക്കാരനായി, ഉപദേശിപ്പാനായിട്ട്, രക്ഷിപ്പാനായി, രക്ഷകനായി കർത്താവ് നമ്മുടെ മധ്യയിലേക്ക് അവിടെ മറഞ്ഞിരിക്കുകയല്ല, വെളിപ്പെടുമ്പോൾ അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇവിടെ ശിഷ്യന്മാർ പ്രതിസന്ധികളിൽ ഒരു ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് ഇത് മനസ്സിലാക്കി അവരുടെ കഷ്ടതയിൽ അവർക്ക് വെളിപ്പെട്ടു. ആ വെളിപ്പെട്ട് വന്നതായ കർത്താവിനെ നോക്കിയിട്ട് ഇത്രയും നാൾ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഈ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അറിയുവാനായിട്ട്, തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അവിടെ പറയുകയാണ്, അതൊരു ഭൂതമായിരിക്കും വരുന്നത്. ഒരു പക്ഷെങ്കിൽ പ്രിയമുള്ളവരെ, അവർക്ക് ഈ കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ കർത്താവിൻ്റേതായ രൂപത്തെയും ആ കർത്താവിൻ്റേതായ ആ അനുഭവത്തെയൊക്കെ മനസ്സിലാക്കിയവരല്ലേ. പക്ഷെങ്കിൽ അവരുടെ ഉള്ളിലെ ഭയവും പേടിയും ഈ കർത്താവിനെ തിരിച്ചറിയുന്നതിന് സാധിച്ചില്ല. ഇതുതന്നെയാണ് ഇന്ന് നമ്മളിൽ പലരുടെയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുന്നതും പരാജയത്തിൻ്റെ കാരണവും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, പക്ഷേ ആ കർത്താവിനെ നമ്മൾ അറിയേണ്ടതുപോലെ തിരിച്ചറിയുന്നില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും, പക്ഷെ കാണുന്നുണ്ട് നമ്മൾ. പക്ഷെ അവിടെ തിരിച്ചറിയാത്തത് കൊണ്ടും, ആ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ആ കർത്താവിൽ നമുക്ക് ആശ്രയിപ്പാൻ കഴിയത്തുള്ളൂ, ആ കർത്താവിൻ്റെ മാർവോട് ചേരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ താഴോട്ട് വരുമ്പോൾ ഉടനെ കർത്താവ് അവരോട് പറയുന്നു, പേടിക്കേണ്ട. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അവിടെയാണ് പത്രോസ് പറയുന്നത്, കർത്താവെ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കാരണം വീണ്ടും ചോദിക്കുക, നീ ആകുന്നുവെങ്കിൽ ഞാൻ അതിലേക്ക് നടന്നു വരട്ടെ. അവിടെയും ഒരു സംശയത്തിൻ്റെ നിഴലിലൊക്കെ നമുക്ക് കാണുവാനായിട്ട്, നീ ആകുന്നുവെങ്കിൽ, നീ ആകുന്നു എന്നുള്ള ഉറപ്പിന് വേണ്ടി കർത്താവിനോട് പത്രോസ് ചോദിക്കുക, ഞാൻ അങ്ങോട്ട് നടന്നു വരട്ടെ. ഒരു പക്ഷേ പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മളൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളും ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്കവിടെ വിടുതലിന് പകരം നമ്മൾ കൂടുതൽ കഷ്ടതകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളെ രക്ഷിക്കുന്നതായ ദൈവിക സാന്നിധ്യം നമ്മുടെ കഷ്ടതയിൽ മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടത. നമ്മളിപ്പോൾ കടന്നു പോകുന്ന രോഗങ്ങളോ കടഭാരങ്ങളോ മറ്റു പ്രയാസങ്ങളോ അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കഷ്ടത. മറിച്ച് ഈ കഷ്ടതയിൽ നിന്നും വിടുവിപ്പാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതായ, വെളിപ്പെടുന്നതായ ഉപദേഷ്ടാവിനെ തിരിച്ചറിയാൻ പറ്റാത്തതും ആ കർത്താവിൻ്റെ സഹായത്തെ അനുഭവിക്കുവാൻ പറ്റാത്തതുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടത. കാരണം ബാക്കിയുള്ള ഏത് കഷ്ടതകളെയും കർത്താവിന് മാറ്റി തരുവാനായിട്ട് കഴിയും. പക്ഷേ കർത്താവിൽ വിശ്വസിപ്പാൻ കഴിയാത്തതും, കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാത്തതും, കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ താണിരിപ്പാൻ കഴിയാത്തതും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുവാൻ കഴിയത്തില്ല. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടും തീരുന്നില്ല പ്രിയമുള്ളവരെ. ഇവിടെ പറയുന്നത് എന്താ? അങ്ങനെ വെളിപ്പെടുന്ന കർത്താവ്, കാണുന്ന കർത്താവ് നമ്മളോട് ചിലതൊക്കെ ഉപദേശിക്കും. അവിടെ എന്താ ഉപദേശിക്കുന്നത്? നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റായ മാർഗങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ, ദോഷങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ, അതൊരു പക്ഷേ ദൈവത്തിന് ഹിതമല്ലാത്ത വഴികൾ, കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തിന് ഹിതമല്ലാത്ത വഴികളിലേട്ടൊക്കെ നമ്മൾ തിരിയുമ്പോൾ, നമ്മുടെ ആലോചനകൾ, നമ്മുടെ ചിന്താഗതികളൊക്കെ മാറുമ്പോൾ വ്യക്തമായിട്ട് ദൈവം നമ്മളോട് ഇടപെടുകയാണ്, സംസാരിക്കുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അപ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ഒരു ദൈവിക സാന്നിധ്യം, ഒരു ഉപദേഷ്ടാവിൻ്റെ ആ ഒരു അനുഭവം അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്.
അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ ദിവസം പ്രാർത്ഥന എന്നുള്ള വിഷയത്തെ പറ്റിയാണല്ലോ പഠിക്കുന്നത്. അതിനോട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില ഉപദേശങ്ങൾ ഉപദേഷ്ടാവായിട്ട് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്കിപ്പോൾ സഞ്ചരിക്കുന്ന പാത, പലപ്പോഴും നമ്മൾ തിരഞ്ഞെടുത്തതായ വഴികൾ വിട്ടുതിരിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും കർത്താവ് ഇതുപോലെ കൂടെ നിന്ന് നമ്മളോട് പറയുന്നു, അതല്ല ശരി, ഇതാണ്. അതറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ എടുത്ത തീരുമാനം നമുക്കവിടെ ഒരു അതിനെ എങ്ങനെ അതിൽ നിന്ന് വിട്ടുപോരുവാൻ കഴിയാത്തത് കൊണ്ട്, അത് ലൗകികമായ ചില ചിന്തകൾ കൊണ്ട് അങ്ങനെ ആവുന്നത്. നമ്മളെടുത്തതായ തീരുമാനങ്ങളിൽ നിന്നും വ്യതിചലിക്കുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പോകുന്നതായ വഴി തിരിച്ചു വരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. കർത്താവ് പറയുക, കൂടെ പറയുക, അതല്ല ശരി, ഇതാണ് വഴി, ഇതിലെ നീ നടക്ക്. പക്ഷെ നമുക്കതിനെ അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല പ്രിയമുള്ളവരെ. ആ അംഗീകരിക്കുമ്പോഴാണ്, ആ വഴിയിലേക്ക് തിരിയുമ്പോഴാണ് നമ്മൾ വായിക്കുന്നത്. സദൃശവാക്യത്തിൽ വായിക്കുന്ന ഇപ്രകാരം ഒരു വാക്യമുണ്ട്. സദൃശവാക്യം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായിട്ട് തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അതേ പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ജ്ഞാനം കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത ചില വഴികളുണ്ട്. അതിനെയും എത്ര പ്രസംഗം കേട്ടാലും എത്ര വചനം വായിച്ചാലും നമ്മുടെ ഉള്ളിൽ തറച്ചിരിക്കുന്നതായ, ഉറച്ചിരിക്കുന്നതായ അതിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല നമ്മൾ. അതാണ് ഇവിടെ പറയുന്നത്, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ നിൻ്റെ എല്ലാ വഴികളിലും ദൈവത്തിനെ നനച്ചുകൊണ്ട്, ദൈവമേ നിൻ്റെ ആലോചന എന്താ, നിൻ്റെ ഹിതം എന്താ, അതിനെ അന്വേഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളെടുത്ത ചില തീരുമാനങ്ങളിലും നമ്മൾ ഉറച്ചു നിൽക്കുന്നതായ നമ്മുടേതായ ആ ബുദ്ധിക്കും ശക്തിക്കും നമ്മുടെ ലോകപ്രകാരം ലഭിച്ച ആലോചനയുടെ പിന്നെ ഇതിനി ആരൊക്കെ അതിനെ ദൈവവചനത്തിലൂടെ എത്ര സംസാരിച്ചാലും അത് വിടുവാനായിട്ടോ ദൈവം പറയുന്നതിലേക്ക് തിരിയുവാനോ നമുക്ക് സാധിക്കാതെ പോകുന്നു. അങ്ങനെയല്ല ദൈവം നമ്മളോട് പറയുന്നത്. നമ്മുടെ കഷ്ടതയിൽ വെളിപ്പെട്ട് വരുന്നതായ ഒരു ദൈവിക സാന്നിധ്യം, അതൊരു ഉപദേഷ്ടാവിൻ്റെ രൂപത്തിലാണ് വരുന്നത്. അത് ചില ഉപദേശങ്ങൾ തരും, ചില കറക്ഷൻസ് നമുക്ക് തരും, നമുക്ക് ചില ആലോചനകൾ പറഞ്ഞു തരും. അതിനെ കേൾക്കുക, ആ വഴികളിലേക്ക് തിരിയുക. നമ്മുടേതായ മാറയുടെ അനുഭവം, കയ്പിൻ്റെ അനുഭവം മധുരത്തിൻ്റെ അനുഭവമായിട്ട് മാറുവാൻ സാധിക്കും. ദൈവം അതിന് നമ്മളെ ഇടയാക്കട്ടെ. നമ്മുടെ വഴികളെ യഹോവയ്ക്കിലേക്ക് ഭരമേൽപ്പിക്കാം. നമ്മുടെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ആലോചനക്കാരനായ ഈ ദൈവിക സാന്നിധ്യത്തെ നമ്മുടെ കഷ്ടതയിൽ തിരിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ലോകത്തിൽ ഞങ്ങൾ കഷ്ടതയുടെ അനുഭവത്തിലൂടെയും ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ കർത്താവെ മറഞ്ഞിരിക്കാതെ വെളിപ്പെട്ട് വരുന്നതായ ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ഞങ്ങളുടെ ബന്ധങ്ങളും ഞങ്ങളുടെ ചാർച്ചക്കാരും ഞങ്ങൾക്ക് ലോകപ്രകാരമുള്ളതൊക്കെയും ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ഒളിച്ചും മറഞ്ഞുമിരുന്ന് ഞങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ, അവരുടെ സഹായങ്ങൾ നഷ്ടപ്പെടുമ്പോൾ കർത്താവെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി വെളിപ്പെട്ട് വരുന്നതായ രാത്രിയുടെ 4-ാം യാമത്തിൽ ഞങ്ങളെ അന്വേഷിച്ചു വരുന്നതായ ആ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിപ്പാനും ഞങ്ങളുടെ ദോഷവഴികളെ വിട്ടിട്ട് ദൈവം തരുന്ന ആ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് ദൈവവഴിയിലേക്ക് തിരിയുവാനും ദൈവികമായ പദ്ധതികളും ദൈവികമായ നന്മകളും അനുഭവിപ്പാനും സഹായിക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.